പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇദ്ദേഹം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വളരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആക്ഷേപം നിലനിൽക്കുകയാണ്. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഈ പെൺകുട്ടി, അതായത് ഈ രോഹിതിന്റെ സഹോദരി, ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ജെർമിയാസിന്റെ ഫോട്ടോ കുറച്ച് വലിപ്പത്തിലാകായിരുന്നു. തെളിച്ചവും പോരാ, അയാൾക്ക് ഓസ്കാർ അല്ല അറസ്റ്റ് വാറന്റാ കിട്ടിയിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്ന് രാവിലെയുമായി ഈ സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തി ഈ യൂട്യൂബർ ആയിട്ടുള്ള രോഹിതിനെയും വിളിച്ചു വരുത്തിയിരുന്നു. തുടർന്ന് ചർച്ച ചെയ്ത് സമാധാനം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും സമ്മതിക്കാത്തതിനെ തുടർന്ന് തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഈ രോഹിതിന്റെ സഹോദരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ പോലീസ്, ആലപ്പുഴയിലെ വനിതാ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പൂജപ്പുരാണ് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് വല്ലപ്പോഴും കാണായിരുന്നു. ഇത് നിന്നുള്ള വൈരാഗ്യം കൊണ്ട് വല്ല കണ്ണൂരാ ബിയൂരെ കൊണ്ടുപോകുന്ന എന്റെ പേടി. പ്രധാനമായിട്ടും സഹോദരിയെ ദേഹോദരം ഏൽപ്പിക്കുകയും മുടിക്ക് കുത്തിപ്പിടിക്കുകയും വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സാറേ, എനിക്ക് ഷൂട്ട് എക്സൈറ്റ് ആണ്. എന്താ എന്തോന്ന് എന്നെ കൊല്ലാൻ കൊണ്ടുപോകണല്ലേ എന്ന്. അങ്ങനെ കേരള പോലീസ് ഒരു ഉണ്ടപാടാക്കി കളയില്ലടാ. സഹോദരിയെയും അമ്മയെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് കേസെടുത്തിരിക്കുന്നത്. ചായ വേണ്ട, ലെഫ്റ്റ് പോട്ടെ, റൈറ്റ് റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ.